Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡൻ ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പയ്യന്നൂർ മുനിസിപ്പൽ തല സ്വീകരണ യോഗം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. തായനേരി SABTM സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടി മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ വാർഷിക ദിനമാണ് ജനുവരി 12. ഗാന്ധിജിയുടെ ഗുജറാത്തിലും ഹിന്ദിയിലുമുള്ള കൈപ്പട ആ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി നിയമിതനായ ശേഷം കാസർഗോഡ് ജില്ലയിലെത്തിയ MP ജോസഫിന് UDF നേതാക്കൾ സ്വീകരണം നൽകി. MP ജോസഫിനെ കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസ് ഉപാധ്യക്ഷനായി നിയമിച്ചത്. വാർത്തകൾ വിശദമായി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പയ്യന്നൂർ മുനിസിപ്പൽ തല സ്വീകരണ യോഗം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ഭാരവാഹികളും മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും സഹഭാരവാഹികളും ജെബി മേത്തർക്കൊപ്പമുണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയെ പയ്യന്നൂരിലേക്ക് ആനയിച്ചത്. മഹാത്മാഗാന്ധിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ 91ാം വാർഷിക ദിനത്തോടുള്ള ആദരമായി ഗാന്ധി സന്ദർശിച്ച ശ്രീനാരായണ വിദ്യാലയത്തിലെത്തി മഹാത്മാഗാന്ധി നട്ട മാവിനു കീഴെയുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് രക്തസാക്ഷി KP സജിത്ലാലിന്റെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി. രാമന്തളിയിലെ പൊതുയോഗത്തിനു ശേഷമാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന മുനിസിപ്പൽ തല സ്വീകരണ യോഗത്തിലേക്ക് എത്തിയത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ മുൻപിൽ ആരുമല്ല. അവരൊക്കെ തുച്ഛമാണ്, അവരൊക്കെ മിച്ചമില്ലാത്ത ആളുകളാണ്, അവരൊന്നും ഒരു അംഗീകരിക്കപ്പെടാത്ത ആളുകളാണ്, അവർക്കൊന്നും ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റാത്ത ആളുകളാണ്, ജനവിശ്വാസം ആർജിക്കാൻ സാധിക്കാത്ത ജനങ്ങളാണ്. നമ്മുടെ ആളുകൾക്ക് ജനവിശ്വാസമുണ്ട്. കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് പുരുഷനായാലും സ്ത്രീയായാലും അവരെ വിശ്വസിക്കുന്നവരാണ് ഈ സമൂഹം. കാരണം നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം അതുപോലുള്ള മഹത്തായ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥർ എന്ന നിലക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹിളകൾക്ക് ഈ രാജ്യത്തെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ സഹോദരിമാരെ പാർട്ടികൾക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനം ഓരോരാളും ഞാനും 5 ആളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരും എന്നൊരു പ്രതിജ്ഞ പുതുക്കിയേ ഇന്ന് ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ. ഇന്നത്തെ യോഗത്തിന് മുമ്പ് ആ പ്രതിജ്ഞ എടുത്ത് 10-20 ദിവസം കൊണ്ട് ഒരു 5 പേരെ കോൺഗ്രസിന്റെ അകത്തേക്ക് പുതുതായി കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രവർത്തനം നിങ്ങൾ നടത്തിയാൽ പയ്യന്നൂരിന്റെ രാഷ്ട്രീയവും മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യക്ക് അസ്തിത്വമില്ല. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജനി കോറോം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മാർട്ടിൻ ജോർജ്, KV വാസന്തി, രജിത്ത് നാറാത്ത്, K ജയരാജ്, അത്തായി പത്മിനി, EP ശ്യാമള, K ബ്രിജേഷ് കുമാർ, PV പ്രിയ, MV വത്സല, AK ശ്രീജ, പുഷ്പ തരമൽ, MP ഉണ്ണികൃഷ്ണൻ, ശശി മാസ്റ്റർ, സുനിത K, M നാരായണൻകുട്ടി, AP നാരായണൻ തുടങ്ങിയ നിരവധി നേതാക്കൾ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റുമാരെയും വേദിയിൽ വച്ച് ആദരിച്ചു.
ഭിന്നശേഷിക്കാരനായ MP പ്രണവ് താൻ എഴുതിയ സ്നേഹവസന്തം, കണ്ണിമാങ്ങ എന്നീ പുസ്തകങ്ങൾ കെ സുധാകരന് ചടങ്ങിൽ വച്ച് സമ്മാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തായ്നേരി SABTM സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടി മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, പുത്തൻ കോഴ്സുകൾ, അവർക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ, ഒപ്പം നമ്മുടെ സംസ്ഥാനത്തിന് ലഭ്യമായിട്ടുള്ള പുതിയ സാധ്യതകളെയും നമ്മൾ പ്രയോജനപ്പെടുത്തും. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് പാർക്ക് ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നു. സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വന്നിരിക്കുന്നു. കൂടുതൽ ഇന്നോവേഷൻ സെൻ്ററുകളും ഇൻക്യുബേഷൻ സെൻ്ററുകളും യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് റോബോട്ടിക് എഞ്ചിനീയറിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളായിരിക്കുന്നു. നമുക്ക് ഈ രംഗത്ത് കൃത്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങളായിരിക്കുന്നു. ഇതിനെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുത്തി നമ്മുടെ ഭാവി തലമുറയെ കൃത്യമായി നമ്മൾ ആ ദിശയിൽ സഞ്ചരിപ്പിച്ച് വലിയ രൂപത്തിൽ സ്കിൽഡും അവരുടെ നോളജും വികസിപ്പിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്ന ഭാവനാസമ്പന്നമായ വീക്ഷണത്തിലേക്കാണ് സംസ്ഥാന ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുന്നത്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അറിവും തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. അറിവ് പോലെ തന്നെ പ്രധാനമാണ് തിരിച്ചറിവ്. അത് കൃത്യമായി വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അധ്യാപകരും PT-യും എല്ലാം പരിശ്രമിക്കേണ്ട സന്ദർഭം എന്ന രൂപത്തിൽ 8, 9, 10 ക്ലാസ്സുകൾ എത്തരത്തിലുള്ള കരിയർ ഗൈഡൻസും അതിനുശേഷം +1-നും +2-നും എത്തിച്ചേരുമ്പോൾ അവരുടെ സ്വഭാവ നിർണ്ണയത്തിൽ വേണ്ട രൂപത്തിൽ ഇടപെടാനും എല്ലാം കഴിയുന്ന പ്രവർത്തനങ്ങൾ PT-യും അതേപോലെ സ്കൂൾ മാനേജ്മെൻറ്റും ചേർന്ന് സംഘടിപ്പിച്ച് മുന്നോട്ട് പോയാൽ നിശ്ചയമായും ഈ കലാലയം ഇനിയും എത്രയോ ഉന്നതങ്ങളിൽ എത്തിച്ചേർന്ന് സംസ്ഥാനത്ത് ഇപ്പോൾ എണ്ണപ്പെട്ട സ്കൂളുകൾ ഒന്നായി വരുന്നുവെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും മികവാർന്ന കലാലയങ്ങളിൽ 1-ാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ, ഭൗതിക പശ്ചാത്തലങ്ങൾ എല്ലാമുള്ള സ്കൂളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ TP സമീറ അധ്യക്ഷയായി. സിനിമാ താരങ്ങളായ നിർമ്മൽ പാലാഴി, അഭിരാമി ഭാർഗവൻ, പാരാ ഒളിമ്പിക്സ് നീന്തൽ ജേതാവ് അസീം വെളിമണ്ണ, CRPF ഡെപ്യൂട്ടി കമാൻഡന്റ് C നിഷമോൾ, സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പ് ചെയർമാൻ UPC അഫി അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി. KR വിനോദ്, M നൌഫൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഷിയാസ് കരീമിന്റെ നേതൃത്വത്തിൽ മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മഹാത്മജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ വാർഷിക ദിനമാണ് ജനുവരി 12. ഗാന്ധിജിയുടെ ഗുജറാത്തിലും ഹിന്ദിയിലുമുള്ള കൈപ്പട ആ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അമൂല്യ നിധിയാണിത്. ഗാന്ധി 1934 ശ്രീനാരായണ വിദ്യാലയം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയതാണിത്. ഗുജറാത്തി ലാംഗ്വേജിലും ഹിന്ദിയിലും അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് എഴുതിയ എഴുത്ത് ഇന്നും ഒരു നിധി പോലെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1934 ജനുവരി 12-നാണ് ഗാന്ധിജി പയ്യന്നൂരിലെത്തിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയിറങ്ങിയ അദ്ദേഹം ആരാധക വൃന്ദത്തോടൊപ്പം സ്വാമി ആനന്ദതീർത്ഥൻ സ്ഥാപിച്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ എത്തിച്ചേരുകയായിരുന്നു. സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി ആശ്രമവളപ്പിൽ ഗാന്ധിജി നട്ട മാവുമുണ്ടിന്ന്. ഗാന്ധി പ്രതിമയോടൊപ്പം ഗാന്ധിജിയുടെ ചിതാഭസ്മ പേടകവും ഈ മാവിൻ ചൂട്ടിലുണ്ട്. ഇതിനെല്ലാം ഉപരിയാണ് ഈ വിദ്യാലയത്തിൽ നിധി പോലെ സൂക്ഷിച്ചിട്ടുള്ള ഗാന്ധിജിയുടെ കൈപ്പട. ഈ സ്ഥാപനം വഴി ഹരിജനങ്ങൾക്ക് സേവനം നൽകപ്പെടുമെന്നും നല്ല ഹരിജന സേവകന്മാർ ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഗുജറാത്തിയിലും ഹിന്ദിയിലും ഗാന്ധിജി ഡയറിയിൽ കുറിച്ചിട്ടത്. 1934 ജനുവരി 12-നാണ് പയ്യന്നൂരിൽ ഗാന്ധിയുടെ പാദസ്പർശമേൽക്കാൻ ഭാഗ്യമുണ്ടായിരുന്നത്. രണ്ടാം ബർദോളി എന്നാണ് പയ്യന്നൂരിന് വിളിപ്പേര്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ നിഷേധിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനം തന്നെ പയ്യന്നൂരിനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം തന്നെയായിരുന്നു ഗാന്ധിയുടെ ഒരു സന്ദർശനം. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ പ്രത്യേകമായിട്ടുള്ള ഏട് തന്നെയായിരുന്നു. അന്ന് ഗാന്ധി നട്ട മാവാണ് എനിക്ക് പിറകിൽ കാണുന്നത്. എല്ലാ വർഷവും ഇത് പൂത്ത് മാമ്പഴം നൽകുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു സൗരഭ്യം ഇവിടെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഗാന്ധിയുടെ ചിതാഭസ്മവും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കേളപ്പൻ തിരുനാവായയിൽ നിമജ്ജനം ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവന്ന ചിതാഭസ്മത്തിൽ നിന്നും ഒരു പിടി ചിതാഭസ്മം ഇവിടെ സൂക്ഷിച്ചതാണ്. ഇന്നും ഗാന്ധിയുടെ ഓർമ്മകളുമായി ഗാന്ധിമാവും ചിതാഭസ്മവും ഒക്കെ ഇവിടെയുണ്ട്. ആ ഒരു ഓർമ്മയിൽ തന്നെയാണ് പയ്യന്നൂരുകാർ ഇന്നും ജീവിക്കുന്നതും. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.
ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു മാടായി വടുകുന്ത ശിവക്ഷേത്രം. എന്നാൽ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ഇടപെടൽ കൊണ്ട് ക്ഷേത്രം വീണ്ടും പൂർവ്വസ്ഥിതിയിലായി. ഇന്ന് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് വടുകുന്ത ശിവക്ഷേത്രത്തിൽ മഹാദേവന്റെ അനുഗ്രഹത്തിനായി എത്തുന്നത്. ചരിത്രപരവും അതുപോലെ തന്നെ ഐതിഹ്യപരവും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ് മാടായി വടുകുന്ത ക്ഷേത്രം. മാടായിപ്പാറയോട് ചേർന്ന് കിടക്കുന്ന ഈ മഹാക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും അതുപോലെ തന്നെ ഉത്സവപരമൊക്കെ ആയ കാര്യങ്ങൾ സംസാരിക്കാൻ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്കൊന്ന് ഇവരെ ഒന്ന് പരിചയപ്പെടാം. സാറിന്റെ പേര് TV കുഞ്ഞിരാമൻ, ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് K നന്ദനൻ, ഞാൻ ഈ ക്ഷേത്രത്തിന്റെ മാനേജറാണ്. ക്ഷേത്രത്തിന്റെ ഭാരവാഹി. എൻ്റെ പേര് മുരളീകൃഷ്ണൻ, ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ഭാഗം. ഒരു പക്ഷേ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലേ? ഓരോ ക്ഷേത്രത്തിനും പ്രത്യേകതയുണ്ട്. എന്നാലും നമ്മുടെ വടുകുന്ത ശിവക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യമൊക്കെ ഒന്ന് പെട്ടെന്ന് പറയാം. നമ്മുടെ വടുകുന്ന ശിവക്ഷേത്രം വർഷങ്ങൾക്ക് മുന്നേ ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ക്ഷേത്രം ആകെ തകർന്ന് തരിപ്പണമായി ഈ വിശാലമായ ഈ മാടായിപ്പാറയുടെ ഒരു പ്രത്യേക സ്ഥലത്ത് അതിൻ്റെ ക്ഷേത്രാവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടുകാർ ഭക്തജനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് ഈ ക്ഷേത്രാവശിഷ്ടത്തിൽ നിലനിൽക്കുന്ന ആ ശിവലിംഗത്തെ, സ്വയംഭൂവായിട്ടുള്ള ആ ശിവലിംഗത്തെ പ്രാർത്ഥിച്ചു പോയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ജനങ്ങളൊക്കെ ഒത്തുചേർന്ന് ഈ ക്ഷേത്രം ഇങ്ങനെ നശിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ക്ഷേത്രത്തെ പുനരുദ്ധരിക്കണം, നമ്മുടെ നാട്ടിന് തന്നെ ഒരു ശ്രേയസ് ഉണ്ടാകുന്ന കാര്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഏതാണ്ട് 1 കോടിയുടെ മുകളിൽ പണം ചെലവഴിച്ചാണ് ഈ തിരുവക്കാട്ട് ദേവസ്വത്തിൻ്റെ ഭൂമിയിലുള്ള ഈ സ്ഥലത്ത് ഈ ക്ഷേത്ര നിർമ്മാണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം വളരെ മനോഹരമായ രീതിയിൽ അല്ലെ, ഇപ്പൊ ഒരുപാട് ശില്പ ഭംഗിയോട് കൂടിയൊക്കെയുള്ള നല്ല രീതിയിലുള്ള ഒരു ക്ഷേത്രമാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ക്ഷേത്രത്തിലെ എന്താണ് ഇവിടുത്തെ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറയാം. മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ, ശിവൻ. അതുപോലെ തന്നെ തൊട്ട് ഇടതുഭാഗത്തായിട്ട് ഗണപതി ഭഗവാനെ കുടിയിരുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പിറകിലെ ഭാഗത്ത് ദേവീ സങ്കല്പമാണ്. അതുപോലെ ക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ പുറത്തെ ഭാഗത്താണ് അയ്യപ്പനെ കുടിയിരുത്തിയിരിക്കുന്നത്. ഇതിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ. പിന്നെ ഈ ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ മുതൽ തന്നെ ദേവന്റെ പ്രസാദമായി പാനക വിതരണം നടക്കുന്നുണ്ട്. അത് വളരെ ഔഷധ ഗുണമുള്ള പാനകമാണ്. ഇവിടുന്ന് ദേവന്റെ പ്രസാദമായി മലർ പ്രസാദവും പാനകവും വിതരണം ചെയ്യുന്നുണ്ട്. അത് നട അടക്കുന്നത് വരെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ ഉത്സവത്തിന് എല്ലാ ഉത്സവ ചടങ്ങുകൾ, ആനപ്പുറത്ത് ഉത്സവം, കാഴ്ചശീവേലി, തടമ്പ് നൃത്തം കാഞ്ഞങ്ങാടുള്ള ഏറ്റവും മനോഹരമായ തടമ്പ് നൃത്തം നടത്തുന്ന ശ്രീരാമൻ അഗിത്തായിയും അദ്ദേഹത്തിൻ്റെ മകൻ ചേതൻ അഗിത്തായിയാണ് തടമ്പ് നൃത്തം അവതരിപ്പിക്കുന്നത്. അതുപോലെ വിവിധ തരം കലാപരിപാടികൾ, എല്ലാ ദിവസവും കലാപരിപാടികളുണ്ട്. ആദ്യ ദിവസം കൊടിയേറ്റ ദിവസം ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറ്റം നടക്കുന്നത്. അതിനുശേഷം പരിസരത്തുള്ള കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി, ഒരുപാട് വ്യത്യസ്തമായ പരിപാടികൾ എല്ലാ ദിവസവും. അതുപോലെ തന്നെ അന്നദാനമുണ്ട്. ആരുടെ നേതൃത്വത്തിലാണ് അന്നദാനം ഒരുക്കുന്നത്? അന്നദാനം തളിപ്പറമ്പിലുള്ള പാചക വിദഗ്ധൻ അനിയൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അന്നദാനം ഉണ്ടാക്കുന്നതും അത് വിതരണം ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ്. അതായത് വളരെ വിപുലമായൊരു കമ്മിറ്റി നേരത്തെ തന്നെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ? ആരാണ് കമ്മിറ്റിയുടെ ചെയർമാൻ? ശ്രീ കാക്കോപ്പുറം മോഹനാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട ഭാരവാഹികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ കുറച്ച് ആളുകളും അതേസമയം തന്നെ ഒരു 10-20ഓളം ആൾക്കാർ നമ്മുടെ ഈ ക്ഷേത്രമായിട്ട് നിരന്തരം ബന്ധമുള്ള ആൾക്കാരാണ് ഇതിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹിത്വം വഹിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം എനിക്ക് ക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത്,
ഭഗവാന്റെ ആറാട്ട് എന്ന് പറയുന്നത് 18-ാം തീയതിയാണ് ഭഗവാന്റെ ആറാട്ട് വടുകുന്ന തടാകം. ആറാട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പ്രത്യേകിച്ചിട്ട് വടുകുന്ന തടാകം വളരെയധികം പ്രത്യേകതയുള്ളൊരു ഇതാണ് അല്ലെ. നമുക്കറിയാം, പ്രത്യേകിച്ച് പൂരങ്കുളിയും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതേക്കുറിച്ചൊന്ന് ഈ വടുകുന്ന തടാകത്തെ പറ്റി ഒരു ഐതിഹ്യമുണ്ട്. അതായത് ഈ ദാരിക നിഗ്രഹത്തിന് ശേഷം കോപം തണുക്കാത്ത ദേവി നടന്നു വരുമ്പോൾ ഈ ദേവിയെ ഒന്ന് തണുപ്പിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ തൃശൂലം കൊണ്ട് ഈ മാടായിപ്പാറയിൽ ഏറ്റവും ഉചിതമായ ഒരു സ്ഥലത്ത് തൃശൂലം കൊണ്ട് സൃഷ്ടിച്ചതാണ് ഈ വടുകുന്ന തടാകമെന്നും ഈ തടാകത്തിൽ ഒരിക്കലും ജലം വറ്റിയതായിട്ട് ഈ നാട്ടുകാർക്ക് അറിയില്ല. നമ്മുടെ തൊട്ട് താഴ്വാരത്തുള്ള മിക്ക വീടുകളിലെയും കിണറുകൾ ജലം വറ്റി വരണ്ടാലും എന്നും എത്രയോ വെള്ളം ഈ ചൂടുകാലത്ത് വേനൽക്കാലത്ത് ബാഷ്പീകരിച്ച് പോയാലും ഈ ക്ഷേത്രക്കുളത്തിൽ ഒരു തരത്തിലും ഒരു ജലത്തിന് ലോഭം ഇന്നേ വരെയുള്ളതായി. അതുപോലെ തന്നെ നമുക്കറിയാം, വേലിയേർക്ക സമയങ്ങളിൽ നമ്മുടെ ഈ വടുകുന്ന തടാകത്തിൽ അതിൽ ഓളങ്ങൾ ഉണ്ടാവും എന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ ഈ ഇത്രയും ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത്, സമുദ്രനിരപ്പിൽ നിന്ന് ഇത്രയും ഉയരത്തിലുള്ള സ്ഥലത്ത് വറ്റാത്ത ഒരു വടുകുന്ന തടാകം, അത് തന്നെ ഒരു വിസ്മയമാണ് അല്ലേ. എന്തായാലും മാടായി വടുകുന്ന ശിവക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവത്തിന് നാളെ കൊടിയേറുകയാണ്. ഒരുപാട് ആളുകൾ, ഭക്തജനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരും. എല്ലാവരെയും ക്ഷണിക്കുകയാണ് കമ്മിറ്റി, ഈ ഉത്സവാകാശ കമ്മിറ്റി ഈ പരിപാടിയിൽ പങ്കുചേരുന്നതിന് വേണ്ടി. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പടിഞ്ഞാറേക്കര പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച സ്റ്റേജ്, ഗ്രീൻ റൂം, ടോയ്ലറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിന്റെ 40-ാം വാർഷികാഘോഷവും നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗിച്ച് പദ്ധതി പൂർത്തീകരിച്ച കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ പടിഞ്ഞാറേക്കര പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച സ്റ്റേജ്, ഗ്രീൻ റൂം, ടോയ്ലറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും റെഡ് സ്റ്റാർ സ്പോർട്സ് ക്ലബിന്റെ 40-ാം വാർഷികാഘോഷവും എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഒരു സ്റ്റേജും ഗ്രീൻ റൂമും ഉൾപ്പെടെയുള്ള സംവിധാനം തയ്യാറാക്കുക എന്നത്, അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അതിനായി അനുവദിച്ചത്. ഇതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് തയ്യാറെടുത്ത് കുറച്ച് നാളുകളായി നിൽക്കും. അന്ന് റെഡ് സ്റ്റാറിൻ്റെ 40-ാം വാർഷികത്തിൻ്റെ കൂടി ഭാഗമായി ഉദ്ഘാടനം ചെയ്യാം, അതിന് സാധിക്കുമോ എന്ന സംഘാടകരുടെ ചോദ്യം. തീർച്ചയായും ആ നിലയിൽ റെഡ് സ്റ്റാറിൻ്റെ 40-ാം വാർഷികം തന്നെ നമുക്ക് അതിൻ്റെ ഉദ്ഘാടനമായി മാറ്റാം എന്ന് അവരോട് മറുപടി പറയുകയും ചെയ്തുകൊണ്ടാണ് പ്രവൃത്തി പൂർത്തീകരിച്ചിട്ട് കുറച്ച് ആളുകൾ നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിന്നത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ MLA അനുമോദിച്ചു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം PK ഭാസ്കരൻ, TV ചന്ദ്രൻ, K അജയകുമാർ, VP സുഭാഷ്, PV ലഗേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിവള്ളൂരിൽ സ്വീകരണം നൽകി. ജാഥ ലീഡർ ജെബി മേത്തർ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കരിവള്ളൂരിൽ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. എല്ലാം CPM ആണ്. CPMന്റെ ഒരു കോട്ടയായിട്ട് പോലും ആ കോട്ടയിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് ഇത്രയും സഹോദരിമാരും കോൺഗ്രസ് നേതാക്കന്മാരും ഇവിടെ ഇങ്ങനെ ഒരുപോലെ ഒത്തുചേർന്ന ഐക്യത്തോടെ ഇരിക്കാൻ അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആലുവ നഗരസഭയിൽ ഒരിക്കൽ മാത്രമാണ് CPM ഭരിച്ചിട്ടുള്ളൂ. ഞാൻ വരുന്ന സ്ഥലത്ത് ഒരിക്കൽ മാത്രമാണ് CPMന് ഒരു MLA ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വരുന്ന സ്ഥലത്ത് ഒരു MP എന്ന് പറയുന്നത് ഇന്നസെന്റ് മത്സരിച്ചപ്പോൾ മാത്രമാണ് CPMന് ഒരു MP ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഞാനൊന്നും അങ്ങനെ വലിയ ത്യാഗമൊന്നും സഹിച്ചതായി
ഞങ്ങൾക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. പക്ഷേ ഈ കരുവള്ളൂരിന്റെ മണ്ണിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് ആരുടെ കോട്ടയാണെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ ചങ്കുറപ്പോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രയത്നിക്കും എന്നിവിടുത്തെ ഇത്രയും സഹോദരിമാർ പറയുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം. DCC സെക്രട്ടറി രഞ്ജിത്ത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷീബ മുരളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രമാനന്ദ്, മിനിമോൾ VK, അത്തായി പത്മിനി, EP ശ്യാമള, നസീമ ഖാദർ, PV പ്രിയ, ജയലക്ഷ്മി ദത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണത്തിന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നന്ദി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി നിയമിതനായ ശേഷം കാസർഗോഡ് ജില്ലയിലെത്തിയ MP ജോസഫിന് UDF നേതാക്കൾ സ്വീകരണം നൽകി. കേരള കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മെറ്റോ ജോസഫ് MP ജോസഫിനെ പൊന്നാടയണിയിച്ചു. റിട്ടയർഡ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗവുമായിരുന്ന MP ജോസഫിനെ കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസ് ഉപാധ്യക്ഷനായി നിയമിച്ചത്. തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന MP ജോസഫ് ജ്ഞാനകേന്ദ്രയ്ക്ക് കീഴിലെ കാരുണ്യ IAS അക്കാദമിയുടെ പരിശീലനവുമായി ബന്ധപ്പെട്ടാണ് എത്തിയത്. UDF നേതാക്കളായ കരിമ്പിൽ കൃഷ്ണൻ, TCA റഹ്മാൻ, KV സുധാകരൻ, ജെറ്റോ ജോസഫ്, K ശ്രീധരൻ മാസ്റ്റർ, V കൃഷ്ണൻ മാസ്റ്റർ, K ബാലകൃഷ്ണൻ, പ്രിൻസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപുഴ ഗ്രാമീണ വായനശാലയും JMUP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായനാ വസന്തത്തിന്റെ ഉദ്ഘാടനം നടന്നു. JMUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ TA മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ JMUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വായനാ വസന്തം പരിപാടി TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ K ദാമോദരൻ മാസ്റ്റർ, പ്രധാനാധ്യാപകൻ PN ഉണ്ണികൃഷ്ണൻ, പയ്യന്നൂർ AEO TV ജ്യോതിബാസു, ഗ്രന്ഥശാല കൌൺസിൽ ജില്ലാ സെക്രട്ടറി PK വിജയൻ, വൈക്കത്ത് നാരായണൻ, ചെറുപുഴ ഗ്രാമീണ വായനശാല പ്രസിഡന്റ് V കൃഷ്ണൻ മാസ്റ്റർ, ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M ബാലകൃഷ്ണൻ, KK ജോയി, ഗ്രന്ഥശാല കൌൺസിൽ താലൂക്ക് സെക്രട്ടറി K ശിവകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വായനാ പ്രതിജ്ഞ, ആസ്വാദനക്കുറിപ്പ് വിജയികൾക്ക് സമ്മാനദാനം, വായനാ വസന്തം വിശദീകരണം, MD പതിപ്പ് പ്രകാശനം, മികച്ച വനിതാ വായനക്കാർക്ക് സമ്മാന വിതരണം തുടങ്ങിയവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നിർമ്മാണ തൊഴിലാളിയായ ചെറുകുന്ന് താവത്തെ KV പ്രകാശൻ ഒഴിവു സമയങ്ങളിൽ നിർമ്മിക്കുന്ന കൊളാഷ് ചിത്രങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്നതാണ്. ഇന്ന് 500-ലധികം ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ചെറുകുന്ന് താവത്താണ്. താവത്ത് KV പ്രകാശേട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത്. അദ്ദേഹം നിർമ്മാണ തൊഴിലാളിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൊളാഷ് രംഗത്ത്, അതായത് ചിത്രകലയുമായി ബന്ധപ്പെട്ട് കൊളാഷ് രംഗത്ത് ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കാണാനും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. മനോഹരമായ ചിത്രങ്ങളാണ് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. ആ ചിത്രങ്ങളെ നമുക്ക് ഒന്നാദ്യം കണ്ടുവരാം. പ്രകാശേട്ടാ, മനോഹരമായിരിക്കുന്നു ചിത്രങ്ങൾ. എത്ര കാലമായി ഈ കൊളാഷ് ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 20 വർഷത്തോളമായി കൊളാഷ് ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. 20 വർഷത്തോളം. എങ്ങനെയാണ് ഓരോ ചിത്രങ്ങളും പിറവിയെടുക്കുന്നത്? അത് ഓരോ മാഗസിൻ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയും. മാഗസിൻ, പഴയ മാഗസിനുകൾ. ആദ്യം മനസ്സിലൊരു ചിത്രം രൂപപ്പെടുത്തും. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്? ചില ചിത്രങ്ങൾ ഭാവനയിൽ രൂപപ്പെടുത്തും, ചിലത് റെഫറൻസ് ഉപയോഗിക്കും, പിന്നെ പ്രകൃതിയിൽ നിന്ന് കാണുന്ന. എന്തൊക്കെ ചിത്രങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഞാൻ പ്രകൃതി ദൃശ്യങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്, പ്രകൃതിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റു ചിത്രങ്ങൾ എന്തൊക്കെയാ? മറ്റ് തെയ്യങ്ങളുണ്ട്, പിന്നെ പൂമ്പാറ്റകള്, പക്ഷികളുണ്ട്, മത്സ്യങ്ങള്. പ്രത്യേകിച്ച് ഒരു ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് പ്രകാശേട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനിടെ പ്രകാശേട്ടൻ ഈ ചിത്ര പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പയ്യന്നൂര് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഗ്രൂപ്പ് ഷോ ഒരു ചിത്രം. അതുപോലെ തന്നെ ചിത്രങ്ങൾ തലശ്ശേരി, തിരുവനന്തപുരം നടത്തിയിട്ടുണ്ട്. അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഈ രംഗത്ത്? സ്വന്തമായി ഒരു സോളോ ഷോ നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. സോളോ എക്സിബിഷൻ ആഗ്രഹമുണ്ട്. ആരൊക്കെയാണ് ഈ രംഗത്ത് പ്രോത്സാഹനം നൽകുന്നത്?
വർഗീസ് കളത്തിൽ, അതുപോലെ തറക്കല്ലെ ബാലു ആർട്സ്, പിന്നെ മരിച്ചുപോയൊരു ശശി അഞ്ചാംപിടിയൻ, ആർട്ടിസ്റ്റ് ശശി അഞ്ചാംപിടിയ, പിന്നെ ചുണ്ടക്കില്ലേ സന്തോഷ് ചുണ്ട, അങ്ങനെ വാസവൻ പയ്യട്ടം, പിന്നെ ഗോവിന്ദൻ മാഷല്ലോ നല്ല പ്രൊഫസറാണ്. ഇതുപോലെ ഈ ചിത്രകാരന്മാരുടെ കൂട്ടായ്മയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ചിത്രകലാ പരിഷത്തിന്റെ മുമ്പ് ആ പരിപാടിയൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടി, ഓരോ ക്യാമ്പുകൾ എല്ലാം വർഗീസ് മാഷ് വിളിക്കാറുണ്ട്. മാഷ് കുറേ ക്യാമ്പിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ക്യാമ്പിൽ വിളിച്ചിട്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. എന്താണ് ജോലി ചെയ്യുന്നത്? എന്താ? ഞാൻ നിർമ്മാണ തൊഴിലാളിയാണ് ഇപ്പോൾ. നിർമ്മാണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലാണ്? കൺസ്ട്രക്ഷൻ മേഖലയിൽ, കോൺക്രീറ്റ്. അപ്പോൾ വളരെ ഈ വെയിലത്തും മഴയത്തൊക്കെ ഉള്ള കഠിനമായൊരു അധ്വാനമാണ് അല്ലേ? ഈ കഠിനമായ അധ്വാനത്തിനിടയിലാണ് ഇത്തരം മനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് നമുക്ക് ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു റിലാക്സ്, പിന്നെ ഒരു നമ്മൾ മനസ്സിനൊരു സമാധാന സംതൃപ്തിയിലുണ്ടാവും, സന്തോഷമുണ്ട്. അതായത് നമ്മളിപ്പോ രാവിലെ ജോലിക്ക് പോയി, രാവിലെ എത്ര മണിക്ക് ജോലിക്ക് പോകും? രാവിലെ 7:30 ജോലിക്ക് പോയി നമ്മൾ വൈകിട്ട് 6-7 മണിയാകുമ്പോൾ വരും. പിന്നെ എപ്പോഴാണ് ഈ ചിത്രങ്ങൾ ഇത്രയും? എന്റെ അഭിപ്രായത്തിൽ ഒരു 10-200-ലധികം ചിത്രങ്ങൾ ഇവിടെ ഒരുക്കി, 500-ലധികം ചിത്രങ്ങൾ, 500-ഓളം ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏത് സമയങ്ങളിലാണ് ഈ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്? ഞാൻ മിക്കവാറും ഞായറാഴ്ചകളിലാണ് ചിത്രങ്ങൾ ചെയ്യാറുള്ളത്. പിന്നെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യും, ലീവിലിപ്പോൾ ഇടയ്ക്ക് നമുക്ക് പണി കുറഞ്ഞ സമയത്ത്. പിന്നെ കൊറോണയുടെ സമയത്ത് കുറെ കൊളാഷ്, അന്നേരമാണ് കൊളാഷ് കൂടുതൽ ചെയ്യാൻ തുടങ്ങിയത്. അതിന് മുമ്പേ വാട്ടർ കളർ, അക്രിലിക് ഒക്കെ ചെയ്യും, ഓയിൽ പേസ്റ്റല്. ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? ഇഷ്ടപ്പെട്ട ഈ പ്രകൃതിയുടെ ഒരു പൂമ്പാറ്റയുടെ ഒരു ചിത്രം. പൂമ്പാറ്റയുടെ ചിത്രം വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ കണ്ടനാറുകാരനും എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്. ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെ? രവിവർമ്മയുടെ ചിത്രങ്ങളും. ഇത് ആ മത്സ്യത്തിന്റെ ചിത്രം ലളിതകലാ അക്കാദമിന്റെ ഒരു കൊറോണ സമയത്ത് ക്യാമ്പ് ഉണ്ടായി. അപ്പോ അതിന്റെ ഭാഗമായിട്ട് വരച്ച ചിത്രം. ആ സമയത്ത് ക്യാൻവാസ് അവർ തന്നെ തന്നതാണ്. ഈ ചിത്രങ്ങൾ ഇപ്പൊ നമ്മൾ വീട്ടിലാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പൊ ഈ ചിത്രങ്ങളെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കുന്നതിനോ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ മനസ്സിൽ? ചിത്രങ്ങള് ഫ്രെയിം ചെയ്ത് സംരക്ഷിക്കണമെങ്കിൽ തന്നെ വലിയ പൈസ മുടക്കുന്നുണ്ട്. നിർമ്മാണ തൊഴിലാളി എന്ന നിലയിൽ ഒരു പക്ഷെ നമുക്ക് സമ്പാദ്യം നമുക്കില്ല. പക്ഷേ സർക്കാർ തലത്തിലോ അതുപോലെ തന്നെ ഏതെങ്കിലും സംഘടനകളോ അക്കാദമിയോ ഒക്കെ ഇടപെട്ടിട്ട് ഇത്തരത്തിലുള്ള ചിത്രകലാകാരന്മാരെ സംരക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് അല്ലേ? പ്രകാശാട്ടിനെ പോലെ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇത് സാമ്പത്തികമാണ് പ്രധാന പ്രശ്നം. ഇത് മനോഹരമായിട്ടൊക്കെ ഫ്രെയിമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അകത്തളങ്ങളെ മനോഹരമായിട്ട് നമുക്ക് സൂക്ഷിക്കാം, നല്ല വില കിട്ടും. ഒരുപക്ഷെങ്കിൽ പ്രകാശേട്ടൻ നിർമ്മാണ തൊഴിലാളിയായിരിക്കേണ്ട ഒരാളല്ല, ഈ കലാരംഗത്ത് അത്രയും ശോഭിക്കപ്പെട്ട ഒരാളാണ്. ഈ രംഗത്ത് തന്നെ ചിലപ്പോ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും മനോഹരമായ ചിത്രങ്ങളാണ് പ്രകാശേട്ടൻ വരച്ചിരിക്കുന്നത്. ഈ ചിത്രങ്ങളൊക്കെയും ഏറെ വിലമതിക്കുന്ന ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ നിരവധി മേളകളിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് പറയാനുള്ളത്. ക്യാമറമാൻ പ്രണവ് ഗുരുവാമ്പിയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക്. കഴിഞ്ഞ 2 വർഷമായി പ്രതിമാസ മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് നടത്തുകയാണ് വിളയാങ്കോട്ടെ കൈരളി സ്വയം സഹായ സംഘം. നന്മ ഫണ്ട് എന്ന പേരിൽ സംഘാംഗങ്ങൾ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് മാറ്റിവെക്കുന്ന തുക കൊണ്ടാണ് നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമായ ഈ സേവനം. 8 വർഷം മുമ്പാണ് വിളയാങ്കോട്ടെ ഒരു സംഘം യുവാക്കൾ ചേർന്ന് കൈരളി സ്വയം സഹായ സംഘം എന്ന കൂട്ടായ്മ ആരംഭിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം മുതൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം വരെ കൈരളി സ്വയം സഹായ സംഘം പ്രവർത്തകർ ഏറ്റെടുത്തു നടത്തി. കഴിഞ്ഞ 2 വർഷമായി പ്രതിമാസ മെഡിക്കൽ പരിശോധന ക്യാമ്പും നടത്തിവരുന്നുണ്ട്. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച പ്രഷറും ഷുഗറും പരിശോധിക്കുവാൻ 30 മുതൽ 50 പേർ വരെ എത്തിച്ചേരുന്നു.
സംഘമംഗങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും മാറ്റിവെക്കുന്ന തുക ഉപയോഗിച്ചാണ് നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമായ ഈ സേവനം നടത്തിവരുന്നത്. 2016 ഈ പ്രദേശത്തെ ഒരു പറ്റ ആൾക്കാരുടെ എടുത്തൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൈരളി സ്വയം സഹായ സംഘം ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. അതിൻ്റെ അന്നു മുതൽ ഇങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ വികസനത്തിനും നാട്ടുകാർക്കുള്ള ക്ഷേമത്തിനു വേണ്ടിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പല പരിപാടികളും നടത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും അതുപോലെ ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താനാവശ്യമായ പ്രവൃത്തിയും അതുപോലെ IRPCക്ക് നമ്മുടെ സ്വയം സഹായ സംഘം നല്ല രീതിയിലുള്ള സഹായം ചെയ്തുകൊണ്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം ഒരു വീൽ ചെയർ IRPCക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. 3 മാസത്തിലൊരിക്കൽ കൊളസ്ട്രോളും പരിശോധിക്കുവാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. ക്യാമ്പിലെത്തുന്നവർക്ക് ചായയും ലഘുപലഹാരങ്ങളും സംഘാടകർ നൽകി വരുന്നു. ഈ കൈരളി സഹായ സംഘം ചെയ്ത് പ്രവർത്തനം തുടങ്ങിയിട്ട് 1 വർഷമായി ഞാനിവിടെ ഈ ചെക്കപ്പിന് ഇത് പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ടാമത്തെ ഞായറാഴ്ച അത് സ്ഥിരമായി ഞാൻ വരുന്നതാണ്. വലിയ ആഘോഷ പരിപാടികൾ നടത്തി പണവും ഊർജവും ദൂർത്തടിക്കുന്നവർക്ക് മാതൃകയാക്കാവുന്നതാണ് ഇന്ന് 15 പേർ മാത്രമുള്ള കൈരളി സ്വയം സഹായ സംഘത്തെ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. UAE സർക്കാരിന്റെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനും ഏഴോമൂല സ്വദേശിയുമായ CP അബ്ദുൾ ജലീലിന് ജന്മനാടിന്റെ ആദരവ് ജനുവരി 13 ഏഴോമൂല LP സ്കൂൾ പരിസരത്ത് വെച്ച് നൽകും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. ഏഴോം പഞ്ചായത്തിലെ വാട്സപ്പ് കൂട്ടായ്മയായ കൈത്താങ് വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ആദരവ് നൽകുന്നത്. ഷാഫി പറമ്പിൽ MLA ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിക്കും. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ N രാഘവൻ, MP മുഹമ്മദ് കുഞ്ഞി, K ബാബുരാജ്, CKP മുസ്തഫ, CP മുസ്തഫ, അബ്ദുൽ ജബ്ബാർ T, CP ജബ്ബാർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി വോളിബോൾ പുരുഷ വിഭാഗത്തിൽ കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് കളിച്ച് വെള്ളി മെഡൽ നേടിയ റിവർ സ്റ്റാർ പറവൂരിന്റെ താരം സായന്ത് ബിജുവിന് സ്വീകരണം നൽകി. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സ്വീകരണം നൽകിയത്. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി വോളിബോൾ പുരുഷ വിഭാഗം 2024-25 വർഷത്തിൽ കേരള യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് കളിച്ച് വെള്ളി മെഡൽ നേടിയ റിവർ സ്റ്റാർ പറവൂരിന്റെ താരം സായന്ത് ബിജുവിന് സ്വീകരണം നൽകി. പറവൂർ റിവർ സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സായന്തിനെ സ്വീകരിച്ചത്. ക്ലബ്ബ് സെക്രട്ടറി ഷാജു, പ്രസിഡന്റ് രാജേഷ് TP എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ആക്ഷേപം. ഉൽപാദനപരമായ കാര്യങ്ങൾ പദ്ധതിയിൽ നിഷ്കർഷിക്കണമെന്ന് തൊഴിൽ ചെയ്യുന്നവരുടെയും ആവശ്യപ്പെടുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് വിമർശനാത്മകമായ അഭിപ്രായങ്ങൾ പലയിടങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. തൊഴിലുറപ്പ് പദ്ധതി വേണ്ടത് തന്നെയാണ്. എന്നാൽ ചെയ്യുന്ന പല ജോലികളും എന്തിനെന്ന് തൊഴിലാളികൾക്ക് തന്നെ അറിയില്ല. പറമ്പിൽ കുഴികുത്തുക, വരമ്പ് നിർമ്മിക്കുക തുടങ്ങി പല ജോലികളും കർഷകർക്കോ ഭൂമിക്കോ നാട്ടുകാർക്കോ യാതൊരു ഉപകാരവുമില്ലാത്തതാണെന്നാണ് പൊതുജനാഭിപ്രായം. ഒരു തണ്ട് മറിക്കുന്ന ഒരു പണിയാണ് എടുത്തത്. അപ്പോൾ പറമ്പിനെ തട്ടുതിരിച്ച് വെള്ളം കെട്ടി നിർത്തുക എന്ന തണ്ണീർ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വലിയ നിലയിൽ ഉയരമുള്ള തണ്ടായതുകൊണ്ട് തന്നെ പറമ്പിൻ്റെ ഉടമകൾക്ക് ഇത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് നിശ്ചയിച്ച അളവിൽ പണി എടുത്ത് തീർക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അവർ തൊഴിൽ ചെയ്യുമ്പോൾ തുച്ഛമായ കൂലിയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 346 രൂപയാണ് ഇപ്പോഴത്തെ കൂലി. അതും കഴിഞ്ഞ പ്രാവശ്യം 13 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടിയാണ് 346 ആയത്. കേരളത്തിലെ തൊഴിലാളികൾക്ക് മിനിമം കൂലി എന്നുള്ള നിലയിൽ കർഷക തൊഴിലാളികൾക്ക് ഉൾപ്പെടെ 750 രൂപയോളം ലഭിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ തുച്ഛമായ വേതനം ലഭിച്ചു വരുന്നത്. അതൊക്കെ വർദ്ധിപ്പിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. ഉൽപാദനപരമായ കാര്യങ്ങൾ പദ്ധതിയിൽ നിഷ്കർഷിക്കണമെന്ന് തൊഴിൽ ചെയ്യുന്നവരും അഭിപ്രായപ്പെടുന്നു. ഓരോ വർഷം കഴിയും തോറും തൊഴിൽ ദിനങ്ങളും ഫണ്ടും വലിയ രീതിയിലാണ് കേന്ദ്രം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമായിരുന്നു ഈ പദ്ധതി. ഇതിൽ വരുന്ന കുറവ് തൊഴിലാളികളെ ഏറെ ബാധിക്കുമെന്നും ഇവർ പരാതിപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. KSSPU കരിവെള്ളൂർ പെരളം നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു. പ്രശസ്ത സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു.
KSSPU കരിവള്ളൂർ പെരളം നോർത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും സാംസ്കാരിക സദസ്സും സംഘടിപ്പിച്ചു. കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടന്ന പരിപാടി സിനിമാ നടൻ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ പോകാനില്ല, അത് നമ്മൾ സഹോദരിമാരായാലും അല്ലാത്തവരായാലും എന്ത് ചെയ്യും, ഒന്നും ചെയ്യില്ല. അത്യാവശ്യമുള്ള പത്രമൊക്കെ വായിച്ച് വീട്ടിലിരിക്കും. പല്ല് തേക്കാൻ പോലും ചിലപ്പോൾ താല്പര്യം കാണിക്കണമില്ല. ഷേവ് ചെയ്യുന്ന പുരുഷന്മാരെ സംബന്ധിച്ചൊരു ഷേവ് ചെയ്യില്ല, കുളിക്കൂല. വൈകുന്നേരം വേണമെന്ന് എല്ലാവരും നിർബന്ധത്തിന് വഴികൊന്ന് കുളിക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. ഞാൻ എൻ്റെ വ്യക്തിപരമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായാലും വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു പശുവിന് വാങ്ങി 4 പശുവിനാണ് ആദ്യം വാങ്ങിച്ചത്. അപ്പോൾ സർക്കാരിന് നല്ല സഹായമുണ്ട്. പശുത്തൊഴുത്ത് നിർമ്മിക്കാനും ഫാം തുടങ്ങാനും നല്ല പിന്തുണയും സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്ത്. അപ്പോൾ 4 പശുവിനെ വാങ്ങി. 4 പശുവിനെ വാങ്ങിയപ്പോഴാണ് അതിന് കറക്കാൻ, നിങ്ങൾ വിചാരിക്കും നീ കറക്കാനൊന്നും ചിലപ്പോൾ തോന്നും. ചിലപ്പോൾ ചടങ്ങിൽ വെച്ച് കൊടക്കാട് കലാനികേതന്റെ 2023 പാചകരത്നം അവാർഡ് കരസ്ഥമാക്കിയ NS ശങ്കരൻ നമ്പൂതിരിയെയും 2022 ക്ഷേത്രകലാ അക്കാദമിയുടെ തിടമ്പ് നൃത്തത്തിനുള്ള അവാർഡ് നേടിയ KP വാസുദേവൻ നമ്പൂതിരി മാസ്റ്ററെയും അനുമോദിച്ചു. K കരുണാകരൻ മാസ്റ്റർ അനുമോദനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ചടങ്ങിൽ PC ഗോപിനാഥൻ അധ്യക്ഷനായി. KP രാജശേഖരൻ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ, VV ഗോവിന്ദൻ മാസ്റ്റർ, വിജയകുമാർ EP തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് പെൻഷൻകാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പയ്യന്നൂർ മുനിസിപ്പൽ തല സ്വീകരണ യോഗം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ K സുധാകരൻ MP ഉദ്ഘാടനം ചെയ്തു. തായനേരി SABTM സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് തുടക്കമായി. 1 വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടി മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മജിയുടെ പയ്യന്നൂർ സന്ദർശനത്തിന്റെ വാർഷിക ദിനമാണ് ജനുവരി 12. ഗാന്ധിജിയുടെ ഗുജറാത്തിലും ഹിന്ദിയിലുമുള്ള കൈപ്പട ആ സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയാണ് പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ. കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനായി നിയമിതനായ ശേഷം കാസർഗോഡ് ജില്ലയിലെത്തിയ MP ജോസഫിന് UDF നേതാക്കൾ സ്വീകരണം നൽകി. MP ജോസഫിനെ കഴിഞ്ഞ ദിവസമാണ് കേരള കോൺഗ്രസ് ഉപാധ്യക്ഷനായി നിയമിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.